പ്രത്യാക്രമണങ്ങൾ കടുപ്പിക്കുന്നതിനിടെ ഇറാനിലെ ഫോർഡോ ആണവ നിലയത്തിന് സമീപത്ത് ഭൂചലനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സ്ഫോടന ശബ്ദം കേട്ടതിന് പിന്നാലെയാണ് റിക്ടർ സ്കെയിലിൽ 2.5 തീവ്രത രേഖപ്പെടുത്തിയ പ്രകമ്പനം അനുഭവപ്പെട്ടത്. അതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി ഉൾപ്പെടെ 3 പേരെ വധിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയും കുടുംബത്തെയും ബങ്കറിൽ ഒളിപ്പിച്ചതായാണ് റിപ്പോർട്ട്. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൻ, ഒട്ടേറെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഭൂചലനം ഉൾപ്പെടെ വിവരങ്ങൾ എന്താണ്? വീണ, തീർച്ചയായും ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത് ഫോർഡോ എന്ന് പറയുന്ന ഫോർഡോ പ്രദേശത്തുള്ള ആണവ നിലയത്തിനാണ് ഇപ്പോൾ ആണവ നിലയത്തിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഈ ആണവ നിലയത്തിനെതിരെ ആക്രമണം കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നിരുന്നു എന്നാണ് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ അധികൃതർ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അത്തരത്തിലൊരു ഇൻറ്റിമേഷൻ ഇറാൻ നൽകിയിരുന്നു. അതിനുശേഷം ആ ആണവ നിലയത്തിൽ ചില സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ആണവ നിലയത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായതും പൊട്ടിത്തെറി ശബ്ദം നാട്ടുകാരെല്ലാം തന്നെ കേൾക്കുകയും അവിടെ നിന്ന് അത് വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച് അതിർത്തികൾ കടന്നുപോലും ആ പൊട്ടിത്തെറി ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് ഈ മിനിറ്റുകൾക്കകമാണ് റിക്ടർ സ്കെയിലിൽ 2.5 രേഖപ്പെടുത്തിയത്. പലയിടങ്ങളിലും പലതരത്തിലുള്ള റിക്ടർ റീഡിങ്ങുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. എങ്കിലും ആധികാരികമായി US ജിയോളജിക്കൽ സർവേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ റീഡ് ചെയ്യുന്നത് 2.5 എന്നാണ്. ചെറിയൊരു ട്രമറാണ് എങ്കിൽ കൂടി ഒരു ഭൂമികുലുക്കത്തിന് സമാനമായ പ്രകമ്പനം സൃഷ്ടിക്കാനുള്ളൊരു സ്ഫോടനമാണെങ്കിൽ അത് തീർച്ചയായും ഒരു ആണവ സ്ഫോടനമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിൽ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആണവശക്തിയായി ഇറാനെ പരിണമിക്കുന്നതിനുള്ള സാധ്യതകളെ പൂർണ്ണമായും തടയുന്നതിനെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന ഉറച്ച നിലപാട് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തത്. ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ സൈന്യവുമെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞത് ഈ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന നിലപാടാണ്. നിലവിൽ 3 ആണവ കേന്ദ്രങ്ങളാണ് ഇറാനിൽ റിസ്കിലായിട്ടുള്ളത്. നറ്റാൻസ് എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിൽ ഇക്കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് അറിഞ്ഞതാണ് അതിൽ രാസമാലിന്യം കലർന്നിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ ഫോർഡോ ആണവ കേന്ദ്രത്തിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇഫ്ഹാൻ എന്ന് പറയുന്ന ഒരു ആറ്റമിക് കേന്ദ്രത്തിലും ആറ്റമിക് റിസർച്ച് സെൻറ്ററിലും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളും ഈ ആധികാരികമായി ഇറാൻ തന്നെ അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയെ അറിയിച്ചതായി ആറ്റോമിക് എനർജി ഏജൻസി അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ യുറേനിയം എൻറിച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്ന പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു വലിയ ഭീഷണിയായി തന്നെ ഇസ്രായേൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ സംവിധാനങ്ങളെല്ലാം തകർക്കുക എന്ന കൃത്യമായ നീക്കമാണ് നടത്തുന്നത്. നേരിട്ട് ആണവ റിയാക്ടറുകളെ ആക്രമിക്കേണ്ടതില്ല, പക്ഷേ ആണവ റിയാക്ടറുകൾ പ്രവർത്തന സജ്ജമാക്കുന്ന ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളും അനുബന്ധ സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി തകർക്കുക എന്ന ഒരു നീക്കമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും കടുത്ത ഒരു നടപടി തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു നടപടികളിലും നീങ്ങുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ മേധാവി അത്തരത്തിൽ 4 പേരുടെ കൊലപാതകം ഈ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയത്തുള്ള അലി ഖൊമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സുപ്രധാന വെളിപ്പെടുത്തൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ്. അത്തരത്തിൽ ചില നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആക്രമണോത്സുകമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായ ആക്രമണം പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടായതോടെ ടെഹ്റാനിൽ നിന്നും ആളുകൾ പലായനം ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെയൊക്കെ മേഖലയിൽ നിന്നും പുറത്തേക്കുള്ള റോഡുകളിലും അതുപോലെ തന്നെ സർക്കുലേറ്ററി റോഡുകളിലെല്ലാം തന്നെ വൻതോതിൽ വാഹനത്തിരക്കുണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള ഒരു ആക്രമണത്തിൻ്റെ ആഘാതത്തിലാണ് ഇറാൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇറാൻ്റെ തിരിച്ചടി ചിലയിടങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ടുള്ളൊരു നീക്കങ്ങൾ നടത്താൻ ഇറാന് സാധിച്ചിട്ടില്ല ഇതുവരെ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ.